പ്രപ്പോസിഷൻ 2.3.3 ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എഫ് ഈസ് ബൗണ്ടഡ് ഫംഗ്ഷൻ ഇഫ് ആൻഡ് ഓൺലി എഫ് ഈസ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ അതിനെ പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം എന്ത് കാണിച്ചു? എഫ് ബൗണ്ടഡ് ആണെങ്കിൽ അത് വെച്ചിട്ട് എഫ് കണ്ടിന്യൂസ് ആണെന്നുള്ളത് ഓൾറെഡി ആദ്യം പ്രൂവ് ചെയ്തു. തിരിച്ച് നമ്മൾ എന്താ കാണിക്കുന്നത്? എഫ് കണ്ടിന്യൂറ്റി ആണെന്ന് വിചാരിക്കുക, അത് വെച്ച് എഫ് ബൗണ്ടഡ് അല്ല എന്നുള്ളതിൻ്റെ ഒരു കോൺട്രഡിക്ഷൻ കാണിക്കാൻ ശ്രമിക്കുക ചെയ്തത്. എഫ് കണ്ടിന്യൂസ് ആയതുകൊണ്ട് എഫ് ഏത് പോയിൻറ്റും കണ്ടിന്യൂസ് ആയിരിക്കും. എഫ് എസ്പെഷ്യലി 0 എന്നുള്ള പോയിൻറ്റ് കണ്ടിന്യൂസ് ആയിരിക്കും. ദാറ്റ് മീൻസ് എക്സ് ആൻഡ് ടെൻസ് ടു 0 ആണെങ്കിൽ എഫ് ഓഫ് എക്സ് ആൻഡ് ടെൻസ് ടു എഫ് ഓഫ് 0 ആയിരിക്കും. എഫ് ഓഫ് 0 തന്നെയാണ്. ഓക്കെ, ഇനി എഫ് ബൗണ്ടഡ് അല്ല എന്ന് വിചാരിച്ചാൽ എന്തുണ്ടാവും? ദെൻ ഫോർ എവറി n element of n there is a sequence xn with norm xn equal to 1 such that modulus of f of xn greater than n ആയിട്ട് നമുക്ക് ഒരു xn കണ്ടുപിടിക്കാൻ പറ്റും. ഇൻ ദിസ് കേസ് എന്താണ്ടാവുക? എഫ് ഓഫ് എക്സ് എൻ ബൈ എൻ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1 ആയി അല്ലേ? ദാറ്റ് മീൻസ് എഫ് ഓഫ് എക്സ് എൻ നമുക്ക് പക്ഷേ എന്താ അറിയാം? എക്സ് എൻ ബൈ എൻ എന്ന് പറഞ്ഞ സീക്വൻസ് എവിടേക്ക് പോകും? 0 പോകുന്ന സീക്വൻസ് ആണ് അല്ലേ? ആസ് എൻ ടെൻസ് ഇൻഫിനിറ്റി ഡിനോമിനേറ്റർ 0 പോകുമ്പോൾ 0 പോകും അല്ലേ? പക്ഷേ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫ് ഓഫ് എക്സ് എൻ എന്ത് ചെയ്യുന്നുണ്ട്? 0 പോകാൻ പറ്റുന്നില്ല. ഓക്കെ, ദാറ്റ് മീൻസ് എന്താ കിട്ടിയപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ 0 കണ്ടിന്യൂറ്റിക്ക് ഒരു കോൺട്രഡിക്ഷൻ കാണിച്ചു. ദാറ്റ് മീൻസ് എന്തെടുത്ത അസംഷൻ എടുത്ത തെറ്റ്? എഫ് ബൗണ്ടർ എന്നുള്ള അസംഷൻ എടുത്ത് നോട്ട് ബൗണ്ടർ എന്നുള്ള അസംഷനാണ് തെറ്റ്. ദാറ്റ് മീൻസ് എഫ് ബൗണ്ടർ ആണ്. സോ നമുക്ക് എന്ത് കിട്ടി? എഫ് ഈസ് എ ബൗണ്ടഡ് ഫങ്ഷണൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എഫ് ഈസ് എ കണ്ടിന്യൂസ് ഫങ്ഷണൽ. ഓക്കെ, അടുത്ത റിമാർക്ക് എന്താ? ഇഫ് ലീനിയർ ഫങ്ഷൻ എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 0 ദെൻ ഇറ്റ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എനി എക്സ്. ഇവിടെ പറയണത് എന്താ? എഫ് ഒരു സിംഗിൾ പോയിന്റിൽ കണ്ടിന്യൂസ് ആണെങ്കിൽ എന്താണെന്നാണ് പറയണത്? ദെൻ ഇറ്റ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എനി എക്സ് എന്നാണ് പറയണത്. ഓക്കെ, അത് ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. ലീനിയർ മാപ്പിൻ്റെ പ്രത്യേകത വരുന്ന കാര്യമാണ് ഇവിടെ. ഒരു പോയിന്റിൽ കണ്ടിന്യൂസ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ത്രൂ ഔട്ട് എവറി പോയിന്റിൽ അറ്റ് 0 എന്നുള്ള ഒരൊറ്റ സിംഗിൾ പോയിന്റിൽ കണ്ടിന്യൂസ് പറയാൻ പറ്റുമെങ്കിൽ ത്രൂ ഔട്ട് എവറി പോയിന്റിൽ കണ്ടിന്യൂസ് ആണെന്നുള്ളത് നമ്മൾ പറയും നേരത്തെയുള്ള കണ്ടീഷൻ പ്രകാരം. ഓക്കെ, നോട്ടീസ് എഫ് ഈസ് കണ്ടിന്യൂസ് ആൻഡ് ദ കേർണൽ എഫ് ഈസ് എ ക്ലോസ് സ്പേസ്. കണ്ടിന്യൂസ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? കേർണൽ ഒരു ക്ലോസ് സ്പേസ് ആയിരിക്കും. എന്തുകൊണ്ടാണ്? കേർണൽ എന്ന് പറഞ്ഞാൽ എന്താ? കേർണൽ എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് എക്സ് ആൻഡ് സച്ച് ദാറ്റ് എവിടെ നിന്നാ കേർണൽ എഫ് എലമെൻ്റ് പ്രത്യേകം എന്താ? ഒരു സീക്വൻസ് എടുത്തു. ഒരാൾ ക്ലോസ്ഡ് എങ്ങനെ കാണിക്കുക? എക്സ് എൻ ടെൻസ് ടു എക്സ് ആണെങ്കിൽ എക്സ് എൻ എലമെൻറ്റ് ഓഫ് കേർണൽ ആണെങ്കിൽ എന്ത് കാണിച്ചാൽ മതി? എക്സ് എലമെൻറ്റ് ഓഫ് കേർണലാന്ന് കാണിച്ചു കഴിഞ്ഞാൽ ക്ലോസ്ഡ് ആവും അല്ലേ? ഇനി എക്സ് എൻ കേർണൽ എന്ന് പറഞ്ഞത് എന്താ? എഫ് ഓഫ് എക്സ് എൻ ഈക്വൽ ടു 0 ആണെന്നാണ് അർത്ഥം അല്ലേ? എക്സ് എൻ ടെൻസ് ടു എക്സ് ആണെങ്കിൽ ബൈ കണ്ടിന്യൂറ്റി എന്ത് പറയാൻ പറ്റും? എഫ് ഓഫ് എക്സ് എൻ എവിടേക്ക് പോവും? എഫ് ഓഫ് എക്സിലോട്ട് പോവും. എഫ് ഓഫ് എക്സ് എൻ എല്ലാം 0 ആയതുകൊണ്ട് എഫ് ഓഫ് എക്സ് എന്തായേ പറ്റുള്ളൂ? 0 ആയേ പറ്റുള്ളൂ. ദാറ്റ് മീൻസ് എക്സ് എവിടെ ഉണ്ടായേ പറ്റുള്ളൂ? കേർണലിൽ ഉണ്ടായേ പറ്റുള്ളൂ അല്ലേ? ദാറ്റ് മീൻസ് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ അതിൻ്റെ കേർണൽ എന്തായിരിക്കും? ഓട്ടോമാറ്റിക്കലി ക്ലോസ്ഡ് ആയിരിക്കും. കേർണൽ എഫ് ഇസ് എ ക്ലോസ്ഡ് സ്പേസ് ദെൻ ദി ഇൻവേഴ്സ് ആൾസോ ട്രൂ. ഓക്കെ, അതായത് കേർണൽ എഫ് ക്ലോസ്ഡ് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി എഫ് എന്തായിരിക്കും? കണ്ടിന്യൂസ് ആയിരിക്കും. ഇഫ് എഫ് എലമെൻറ്റ് ഓഫ് എക്സ് ഡാഷ് ആൻഡ് കേർണൽ എഫ് ഇസ് എ ക്ലോസ്ഡ് സ്പേസ് ദെൻ എഫ് ഇസ് എ കണ്ടിന്യൂസ്. ഓക്കെ, നമുക്ക് എക്സസൈസിലുള്ള ക്വസ്റ്റൻ ആണ്, നമുക്ക് പിന്നെ ചെയ്യാം. ഓക്കെ, now let us return to the definition of a norm of a linear function. Because of the homogeneity of the function, we may use different normalization resulting in different expressions of the form. Norm f in definition എന്തായിരുന്നു? Supremum of x not equal to 0 modulus of f of x by norm x, or supremum of f of x at that norm x less than equal to 1, or supremum of 1 by norm x into 1 by norm x കണ്ടുപിടിക്കുക, where f of x equal to 1 ആയ രീതിയിലുള്ള പോയിന്റുകളുടെ norm x കണ്ടുപിടിക്കുക, or 1 by infimum of set of all norm x at that f of x equal to 1. Let us interpret this last expression. Notice that the quantity rho f infimum of norm x, അതായത് പറഞ്ഞിട്ടുള്ള കണ്ടീഷൻ ഇതാണ്. ഈ സുപ്രീം എന്ന് പറയുന്നത് ഈ 4 കണ്ടീഷനോട് ഈക്വാലൻ്റ് ആണെന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. Interpret the last expression. Notice that the quantity rho f equal to infimum of norm x where f of x equal to 1 എന്താ? അത് is the distance of the hyperplane x f of x equal to 1. അതായത് എന്താ ഇവിടെ പറഞ്ഞിട്ടുള്ളത്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 ആയിട്ടുള്ള പോയിൻറ്റ്സുകളുടെ എല്ലാം നോം കണ്ടുപിടിക്കുക. നോം കണ്ടുപിടിക്കുക വെച്ചാൽ നോം എന്ന് പറഞ്ഞാൽ എന്താ? നോം എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് 0, എക്സ് നിന്ന് 0 ഡിസ്റ്റൻസ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താ? is the distance of the hyperplane x at that f of x equal to 1 to 0. So the norm f is 1 by rho f. This means that the functional f in figure 1 has a norm less than 1, but the functional g has a norm greater than 1. ഇപ്പോൾ ഇവിടെ തന്നിട്ടുള്ള പിക്ചറിലൊന്ന് നോക്കുക. എന്താ പിക്ചർ പറഞ്ഞിട്ടുള്ളത്? എക്സ് സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ്
ഈക്വൽ ടു 1 ആയിട്ടുള്ള പോയിൻറ്റ്സ് ആണ് ഈ വരച്ചിട്ടുള്ള ലൈൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ ലൈനുകളൊന്നും തന്നെ നമ്മുടെ സെറ്റ് ഓഫ് ഓൾ എക്സ് അറ്റ് ദാറ്റ് നോം എക്സ് ഈക്വൽ ടു 1 ആയിട്ട് എന്ത് ചെയ്യുന്നത്, അതായത് ഇവിടെയുള്ള എക്സുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ എക്സുകളുടെ എല്ലാം നോം 1-നേക്കാളും വലുതാണ്. അപ്പോൾ 1 ചെയ്യുമ്പോൾ എന്തായിരിക്കും ഓട്ടോമാറ്റിക്കലി അതെന്ന് പറയുന്നത് 1-നേക്കാളും ചെറുതായിരിക്കും. ദാറ്റ് മീൻസ് ഫിഗർ 1 പ്രകാരം എഫിൻ്റെ നോമുകൾ ലെസ് ദാൻ 1 ആണ്. പക്ഷേ ജിക്ക് എന്താ പറയാൻ പറ്റുക, ജി ഓഫ് എക്സ് അറ്റ് ദാറ്റ് ജി ഓഫ് എക്സ് ഈക്വൽ ടു 1 ആയിട്ടുള്ള എൻ്റെ ഹൈപ്പർ പ്ലെയിൻ എങ്ങനെ വരച്ചിട്ടുള്ളത്, ഇതാണ് വരച്ചിട്ടുള്ളത് അല്ലേ. അത് എവിടെ ടച്ച് ചെയ്യുന്നുണ്ട്, എക്സ് അറ്റ് ദാറ്റ് നോം എക്സ് ഈക്വൽ ടു 1-ൻ്റെ ഉള്ളിൽ കൂടെ ടച്ച് ചെയ്ത് പോകുന്നുണ്ട് അല്ലേ. അത് നോം എക്സ് ഈക്വൽ ടു 1 ആണ് തന്നിട്ടുള്ള ആ എലിപ്സ് പോലെ സർക്കിൾ പോലെ കിടക്കുന്നത്, എലിപ്സ് കിടക്കുന്നത്. അതിൻ്റെ ഉള്ളിലെ പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താ, അതിൻ്റെ നോം എക്സ് 1-നേക്കാളും ചെറുതാണ്. സോ 1 ആകുമ്പോൾ എന്താവും, അതിൻ്റെ നോം 1-നേക്കാളും വലുതാവും. ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്, ഇറ്റ് ആൾസോ മീൻ ദാറ്റ് ദ ഫംഗ്ഷൻ ഹാസ് എ നോം ഈക്വൽ ടു 1 ഇഫ് ആൻഡ് ഓൺലി if the hyperplane x at that f of x equal to 1 supports the unit ball d of x. ഓക്കെ, സോ സപ്പോർട്ട്സ് എന്താണെന്നുള്ള വാക്ക് മനസ്സിലാക്കുക. എന്താ പറഞ്ഞിട്ടുള്ളത്, ഇറ്റ് ആൾസോ മീൻ ദാറ്റ് ദ ഫംഗ്ഷണൽ എഫ് ഹാസ് എ നോം ഈക്വൽ ടു 1 എപ്പോഴും ഉണ്ടാവുക ഇഫ് ആൻഡ് ഓൺലി ഇഫ് ദി ഹൈപ്പർ പ്ലെയിൻ എക്സ് ദ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 സപ്പോർട്ട്സ് ദ യൂണിറ്റ് ബോൾ ഡി ഓഫ് എക്സ്. അതായത് അതിൽ ഉദ്ദേശിക്കുന്നത് ആ പോയിൻ്റ് ഒരു ടാൻജൻറ്റ് പോലെ വരുന്ന സിറ്റുവേഷൻ വന്നാലാണ് അങ്ങനെ അറൈസ് ചെയ്യാൻ പോകുന്നത്. Okay, 7a chapter 3 shows that this does not mean the supporting hyperplane and the unit ball d of x must have a common point. The picture is misleading because it's drawn in finite dimension. Okay, 2-dimensional finite dimensional സിറ്റുവേഷനിലാണ് അറൈസ് ചെയ്യുന്നത് പറയണത്. എല്ലാ സിറ്റുവേഷനിലുള്ള പ്രോബ്ലം അതിനകത്ത് ചെയ്തിട്ടുണ്ടെന്ന് പറയണം, നോക്കാം ആ സമയം വരുമ്പോൾ. ഓക്കെ, ഇനി ബൗണ്ടഡ് ലീനിയർ ഫംഗ്ഷൻസ് ഇല്ലേ ഹിൽബർട്ട് സ്പേസ്. നമ്മൾ പറഞ്ഞു ബൗണ്ടഡ് ലീനിയർ ഫംഗ്ഷൻ ഹിൽബർട്ട് സ്പേസിൻ്റെ പ്രത്യേകത ഉണ്ടെന്നുള്ള നേരത്തെ പറഞ്ഞു വന്നിരുന്നു. ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഫംഗ്ഷണലിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. ആരാ, ഇന്നർ പ്രൊഡക്റ്റ് എക്സ് കോമ വൈ. അവർക്കൊരു ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. എന്താ, ഒരു റീസ് റെപ്രസെൻറ്റേഷൻ തിയറം വരാൻ പോകണമെന്ന് നമ്മൾ സൂചിപ്പിച്ചിരുന്നു. എന്താ റീസ് റെപ്രസെൻറ്റേഷൻ തിയറം പറയണേ, ഫോർ എവറി 5 എലമെൻറ്റ് ഓഫ് എച്ച് സ്റ്റാർ എന്ന് വെച്ചാൽ എന്താ, ഫംഗ്ഷണൽസിൻ്റെ കളക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ദെൻ ദർ എക്സ് എ യുണീക്ക് വൈ എലമെൻറ്റ് ഓഫ് എച്ച് സെറ്റ് ആൻഡ് ഫൈ ഓഫ് എക്സ് ഈക്വൽ ടു ഇന്നർ പ്രൊഡക്റ്റ് എക്സ് കോമ വൈ. അതായത് എച്ച് ഒരു ഹിൽബർട്ട് സ്പേസ് ആണെങ്കിൽ എച്ചിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എച്ച് ഡാഷ് അല്ലെങ്കിൽ എച്ച് സ്റ്റാർ എടുത്തു കഴിഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ ഫംഗ്ഷണൽസിൻ്റെ സ്പേസ് എടുത്തു കഴിഞ്ഞാൽ ബൗണ്ടഡ് ലീനിയർ ഫംഗ്ഷൻസിൻ്റെ സ്പേസ് എടുത്താണ് എച്ച് സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെടുത്താൽ അതിനെ ഏത് ഫംഗ്ഷൻ ബൗണ്ടഡ് ലീനിയർ ഫംഗ്ഷനിനെയും എന്തായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും, ഇന്നർ പ്രൊഡക്റ്റ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. y of x equal to inner product x comma y for every x element of h. That is, any continuous linear function on a Hilbert space is represented by some element y of the same space satisfying phi of x equal to inner product x comma y. Moreover, this correspondence is an isometry. That is, norm of phi യുടെ സ്റ്റാർ എന്ന് പറയുന്നത് എന്താണ്, നോം വൈനോട് ഈക്വൽ ആണ്. Okay, inversely, for any y element of h, the formula 2.3.4, that is, phi of x equal to inner product x comma y defines a functional phi element of h star with norm phi star equal to norm y. അപ്പോൾ ഇതാണ് റീസ് റെപ്രസെൻറ്റേഷൻ തിയറി എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ ഓരോ കാര്യങ്ങളായിട്ട് നമുക്ക് പ്രൂവ് ചെയ്യണം. ഓക്കെ, ആദ്യത്തെ കാര്യം എന്താ പറയണേ, ഫോർ എനി വൈ എലമെൻറ്റ് ഓഫ് എച്ച് ഡിഫൈൻ ദ ഫംഗ്ഷണൽ ഫൈ വൈ ഓഫ് എക്സ് ഈക്വൽ ടു ഇന്നർ പ്രൊഡക്റ്റ് എക്സ് കോമ വൈ. നമ്മൾ ഇങ്ങനൊരു ഫംഗ്ഷണൽ ഡിഫൈൻ ചെയ്യാൻ പോവാണ്. എങ്ങനെ ഡിഫൈൻ ചെയ്യണേ, ഫൈ വൈ ഓഫ് എക്സ് ഈക്വൽ ടു ഇന്നർ പ്രൊഡക്റ്റ് എക്സ് കോമ വൈ എന്നുകൊണ്ടാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഫൈ വൈ എന്ന് പറയുന്നത് ലീനിയർ ആണ്. ഫ്രം ദ കോഷി-ഷ്വാർട്സ് ഇൻഇക്വാലിറ്റി ഇറ്റ് ഫോളോസ് ദാറ്റ് ഫൈ വൈ ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എക്സ് ഇൻറ്റു നോം വൈ, which implies that norm phi less than or equal to norm y. Setting x equal to y, we obtain that norm phi y of y equal to norm y square, which is less than or equal to norm phi into norm y. Norm phi, that is norm f y equal to norm y. ഒരു വൈനെ ഫിക്സ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫൈ വൈ ഓഫ് എക്സ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് അല്ലേ. ഫൈ വൈ ഓഫ് എക്സ് ഈക്വൾ ടു ഇന്നർ പ്രൊഡക്റ്റ് എക്സ് വൈ ആയിട്ടാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം ഇത് ലീനിയർ ആണോ, എന്തുണ്ടാവുക, ലീനിയർ ആണെന്ന് ചെക്ക് ചെയ്യാം. ഫൈ വൈ ഓഫ് എക്സ് വൺ പ്ലസ് എക്സ് ടു എടുത്താൽ ഉണ്ടാവുക, ദിസ് ഈസ് ഈക്വൽ ടു ഇന്നർ പ്രൊഡക്റ്റ് എക്സ് വൺ പ്ലസ് എക്സ് ടു കോമ വൈ ആയി മാറും. എന്നുവെച്ചാൽ ആരായി മാറും, ഇത് ഇന്നർ പ്രൊഡക്റ്റ് എക്സ് വൺ വൈ പ്ലസ് ഇന്നർ പ്രൊഡക്റ്റ് എക്സ് ടു വൈ ആണ്. ഇതെന്ന് പറയുന്നത് ഫൈ വൈ ഓഫ് എക്സ് വൺ ആണ്, അടുത്ത ആളെന്ന് പറഞ്ഞാൽ ഫൈ വൈ ഓഫ് എക്സ് ടു ആണ്. സോ ലീനിയാരിറ്റി ഇനി ഒരു സ്കെലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ടാവുക, ഒരു കെ എക്സ് എടുത്തു കഴിഞ്ഞാൽ
5y ഓഫ് കെ എക്സ് എടുക്കുന്നുണ്ടാവും. 5y ഓഫ് കെ എക്സ് എടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ദിസ് ഇസ് ഇന്ന പ്രൊഡക്റ്റ് കെ എക്സ് കോമ വൈ ആണ്. ഇന്ന പ്രൊഡക്റ്റിൻ്റെ ലീനിയാരിറ്റി പ്രകാരം കെ പുറത്തെടുത്തിട്ട് ഇന്ന പ്രൊഡക്റ്റ് എക്സ് കോമ വൈ ആവും മാറും. ദാറ്റ് മീൻസ് കെ ഇൻറ്റു 5y ഓഫ് എക്സ് ആയി മാറും. സോ അപ്പോഴും ലീനിയാരിറ്റിയുടെ കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ള 5y ഓഫ് എക്സ് ഈക്വൽ ടു ഇന്ന പ്രൊഡക്റ്റ് എക്സ് വൈ എന്ന് പറയുന്നത് ലീനിയർ ആണെന്നുള്ളത് ഉറപ്പായി. ഈ കണ്ടിന്യൂസ് ആണെന്നുള്ള എങ്ങനെ ചെക്ക് ചെയ്യണേ? മോഡുലസ് ഓഫ് 5y ഓഫ് എക്സ് എടുത്തു കഴിഞ്ഞാൽ ആരാ മോഡുലസ് ഓഫ് 5y ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡുലസ് ഓഫ് ഇന്ന പ്രൊഡക്റ്റ് ഓഫ് എക്സ് വൈ ആണ്. കോഷി-ഷ്വാർട്സ് ഇനീക്വാലിറ്റി ആണ്. ദിസ് ഇസ് ലെസ് ആൻ ഓർ ഈക്വൽ ടു നോം എക്സ് ഇൻറ്റു നോം വൈ ആണ്. ദാറ്റ് മീൻസ് അപ്പോൾ എന്താ പറയുന്നത്? അതിൽ നമുക്ക് എന്താ അറിയേണ്ടത്? നമുക്ക് ഫംഗ്ഷനിൽ എപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് തന്നെ കാണിക്കുക? മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് എടുത്തു കഴിഞ്ഞാൽ വിച്ച് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സം ആൽഫ ഇൻറ്റു നോം എക്സ് ഫോർ എവരി എക്സ് എലമെൻറ്റ് ഓഫ് എക്സ് കാണിച്ചാൽ മതി. അപ്പോൾ ഇവിടെ 5 ഓഫ് എക്സിൻ്റെ മോഡുലസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം വൈ എന്ന് പറഞ്ഞാൽ ഫിക്സ്ഡ് വാല്യൂ ആണ്. ഇതിനെ ആൽഫ എന്ന് വിളിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ലാംഡ എന്ന് വിളിച്ച് കഴിഞ്ഞാൽ ആൽഫ ഇൻറ്റു നോം എക്സ് ആണ്. ദാറ്റ് മീൻസ് 5y എന്തായി മാറി? ഓട്ടോമാറ്റിക്കലി കണ്ടിന്യൂസ് ആയി മാറി. ഫോർ എവരി എക്സ് എലമെൻറ്റ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ 5y എന്ന് പറയുന്നത് കണ്ടിന്യൂസും ആണ് ലീനിയറും ആയതുകൊണ്ട് ഇത് ബൗണ്ടഡ് ലീനിയർ ഫംഗ്ഷനിലായി മാറി. ഇനി ഇവിടെ നോക്കുക, ഇതിൻ്റെ നോം എന്താ വരിക? നോം 5y ഓഫ് എക്സ് എങ്ങനെ കണ്ടുപിടിക്കുക? നോം 5 ഓഫ് എക്സ് കണ്ടുപിടിക്കണമെങ്കിൽ നോം എക്സിൻ്റെ വാല്യൂ എവിടെ വേരി ചെയ്യണം? 1ൽ വേരി ചെയ്യണം അല്ലേ? നോം എക്സ് ഈക്വൽ ടു 1 ആയിട്ടുള്ള എക്സുകളാണ് വേരി ചെയ്യുക. അത് കൊടുത്താൽ എന്തുണ്ടാവുക? ഇവിടെ എന്ത് കിട്ടും? നോം 5y കിട്ടും. ഇയാൾക്ക് പകരം 1 വന്നാൽ എന്തായി മാറും? നോം f5y ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം y ആയി മാറി. ഇനി ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വൈക്ക് ഈക്വലായി വന്നു ഇപ്പോൾ കിട്ടിയിട്ടുള്ള കണ്ടീഷൻ എന്താണെന്ന് നോക്കുക. ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് നോം ഓഫ് 5y ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം വൈ അല്ലേ? ഇനി ഈ പോയിന്റിൽ നോക്കാറ്റ് വൈയിൽ എന്താ ഉണ്ടാവുക നോക്കുക. ഇന്ന പ്രൊഡക്റ്റ് വൈ അതാണ് ആര്? 5y ഓഫ് y അല്ലേ? എന്താ ഉണ്ടാവുക? ദിസ് ഈസ് നോം വൈ സ്ക്വയർ ആയി മാറും അല്ലേ? വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം 5 ഇൻറ്റു ബൈ ഡെഫിനിഷൻ പ്രകാരം അല്ലേ? സോ ഇത് കട്ട് ചെയ്ത് പോയാൽ എന്തായി മാറും? ഓട്ടോമാറ്റിക്കലി നോം വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം 5yയും കിട്ടി. സോ രണ്ടിന് ഈക്വാലിറ്റിയും കിട്ടിയതുകൊണ്ട് എന്ത് പറയാൻ പറ്റും? ഇതൊന്നും എന്ത് പറയാൻ പറ്റും? ഓട്ടോമാറ്റിക്കലി നോം 5 എന്ന് പറയുന്നത് y എന്ന് പറയുന്നത് നോം വൈനോട് ഈക്വൽ ആണ്. ദാറ്റ് മീൻസ് ഐസോമെട്രിയുടെ കാര്യം കൂടി ഇവിടെ നിന്ന് പറയാൻ പറ്റും. സോ ഈ പറഞ്ഞ കാര്യങ്ങളെ കാണിച്ചത് ഫോർ എനി y എലമെൻറ്റ് ഓഫ് എച്ച് ഡിഫൈൻ ദ ഫംഗ്ഷൻ f(i) ഓഫ് എക്സ് ഈക്വൽ ടു ഇന്ന പ്രൊഡക്റ്റ് എക്സ് വൈ ആണ്. അപ്പോൾ നമ്മൾ എന്ത് കാണിച്ചത്? ലീനിയർ ആണ്. കോഷി-ഷ്വാർട്സ് ഇനീക്വാലിറ്റി പ്രകാരം അത് 5y ഓഫ് എക്സ് ലെസ് ദാൻ ഈക്വൽ നോം എക്സ് ഇൻറ്റു നോം 5 ആണ്. അതുകൊണ്ട് നോം f(i) ലെസ് ദാൻ ഈക്വൽ നോം വൈ ആണ്. കണ്ടിന്യൂറ്റിയുടെ ബൗണ്ടഡ് ലീനിയർ ഫംഗ്ഷനാണെന്ന് പറഞ്ഞു. എക്സ് ഈക്വൽ ടു y സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കിട്ടുന്നത് കാണിച്ചു. ലെസ് ദാൻ 2 റിവേഴ്സ് ഇനീക്വാലിറ്റി കിട്ടുന്നുണ്ട്. അതുകൊണ്ട് നോം f(y) എന്ന് പറയുന്നത് നോം വൈനോട് ഈക്വൽ ആണ്. നൗ ലെറ്റ് us show that any function നമുക്ക് ഇനി എന്താ കാണിക്കേണ്ടത്? ഏത് ഫംഗ്ഷനിലെടുത്താലും അതിനെ ഇന്ന പ്രൊഡക്റ്റ് എക്സ്പ്രഷൻ ആയിട്ട് കാണിക്കാൻ പറ്റുന്നതാണ് അടുത്ത് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ലെറ്റ് 5 എലമെൻറ്റ് ഓഫ് എച്ച് സ്റ്റാർ എടുത്തു. ഓക്കെ, ഹാസ് ദ ഫോം 5 ഓഫ് എക്സ് ഈക്വൽ ടു ലെറ്റ് us show that any function of 5 element of h star has the form 5 of x equal to inner product x comma y. if y equal to 0 എന്തെടുത്താൽ മതി? y equal to എന്തെടുക്കുക? 0 എടുക്കുക. സോ അത് 0 ഫംഗ്ഷനിലാണ്. അപ്പോൾ അത് പ്രൂവ് ആയി. ഓക്കെ, now assume that L equal to kernel phi. അത് phi 0 അല്ലാത്ത രീതിയിൽ എടുക്കണം. let L kernel phi ആണ് എടുക്കണം. സിൻസ് phi കണ്ടിന്യൂസ് ആണ് അല്ലേ? കണ്ടിന്യൂസ് ആയതുകൊണ്ട് എന്തുണ്ടാവും? കേണൽ എന്തായിരിക്കും? ക്ലോസ്ഡ് ആയിരിക്കും അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. സോ ക്ലോസ്ഡ് ആയതുകൊണ്ട് എന്തുണ്ടാവും? നമ്മൾ നേരത്തെ പഠിച്ചു L ക്ലോസ്ഡ് ആണ്. മാത്രമല്ല സിൻസ് കോ ഡയമെൻഷൻ L ഈക്വൽ ടു 1 എന്താ നമ്മൾ നേരത്തെ കാണിച്ചാണ് L കേണലായി ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ കോ ഡയമെൻഷൻ L 1 ആയി വരുന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. L 1 ആണെങ്കിൽ നമ്മളെന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? നേരത്തെ ഒരു തീരത്തിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഒരു നോൺ സീറോ ആയിട്ടുള്ള ഫംഗ്ഷനലിൻ്റെ കേണൽ ഉണ്ടെന്ന് വിചാരിക്കുക. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോ ഡയമെൻഷൻ ഓഫ് L കേണൽ ഫൈ ആണെങ്കിൽ കോ ഡയമെൻഷൻ L എന്താണെന്ന് വരിക? 1 ആണെന്നുള്ളത് നമ്മൾ മുമ്പ് തീരത്തിൽ പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ വി ഗെറ്റ് L പെർ പീസ് 1 ഡയമെൻഷൻ. ഇത് എക്സസൈസ് ആണ്, നമുക്കത് പിന്നെ ചെയ്യാം. അതായത് കോ ഡയമെൻഷനിൽ 1 ആയിട്ട് ഇങ്ങനെ വരികയാണെങ്കിൽ L ക്ലോസ്ഡായി വരുന്നതാണെങ്കിൽ L പെർപ്പ് 1 ഡയമെൻഷനായി വരുന്നതാണ് കാണിക്കണമെന്ന് തോന്നുന്നു. സോ നമുക്കത് എക്സസൈസിൽ നോക്കി പ്രൂവ് ചെയ്യാം. എക്സസൈസ് 10 എന്തായാലും പ്രൂവ് ചെയ്യണം അപ്പോൾ ഈ പ്രൂഫ് ചെയ്യുമ്പോൾ. ഓക്കെ, L പെർപ്പിൻ്റെ ഡയമെൻഷൻ 1 ആയതുകൊണ്ട് നമുക്ക് എന്താ പറയാൻ പറ്റും? സ്പാൻ ഓഫ് അത് പറഞ്ഞാൽ ഒരു സിംഗിൾ എലമെൻറ്റിൻ്റെ സ്പാൻ ആണ് അല്ലേ? ദാറ്റ് മീൻസ് ഈ സ്പാൻ ഓഫ് എ വൈ ക്യാപ്പ്. ഓക്കെ, ഫോർ സം വൈ ക്യാപ്പ് എലമെൻറ്റ് ഓഫ് h - 0 ഒരു നോൺ സീറോ എലമെൻ്റ് ആയിട്ടുള്ള വൈ ക്യാപ്പിൻ്റെ സ്പാൻ ആണെന്ന് വിചാരിക്കണം.
Now the vector y cap defines a linear functional by എങ്ങനെയാണ് phi y cap of x equal to idempotent x comma y cap. The y cap defines a linear functional. നമ്മളൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യണം y cap വെച്ചിട്ട് എങ്ങനെയിരിക്കണം phi y cap of x equal to idempotent x comma y cap എന്ന് എടുക്കണം. ദെൻ എന്താ ഉണ്ടാവുക കേർണൽ ഓഫ് phi y cap എന്താ വരിക കേർണൽ ഓഫ് y cap എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് എന്താ ഈ y cap എന്ന് പറഞ്ഞ എലമെൻറ്റിനോട് ഏത് എക്സ് എടുത്താലാണ് idempotent എടുത്താൽ 0 വരിക എന്ന് വെച്ചാൽ y cap എന്ന് പറഞ്ഞ എലമെൻറ്റിൻ്റെ സ്പാനിൻ്റെ പെർപ്പിൽ ആരാണോ ഉള്ളത് അവർ അല്ലേ അതായത് idempotent ഓഫ് എക്സ് കോമ idempotent y cap ഈക്വൽ ടു 0 ആയി വരുന്ന എക്സുകളുടെ കളക്ഷൻ എക്സാക്ട്ലി y cap വെച്ച് ജനറേറ്റ് ചെയ്യുന്ന സ്പേസിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പെർപെൻഡിക്കുലർ സ്പേസ് സോ വിച്ച് ഈസ് എന്താ അത് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് എന്തായി മാറും ദിസ് ഈസ് ഈക്വൽ ടു y capൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പെർപ്പ് അതെന്ന് പറഞ്ഞാൽ എന്തായി മാറും ഓട്ടോമാറ്റിക്കലി y capൻ്റെ പെർപ്പ് എന്ന് പറഞ്ഞാൽ എൽ പെർപ്പാണ് അതിൻ്റെ സ്പാൻ എന്ന് പറഞ്ഞാൽ എൽ പെർപ്പ് ഹോൾ പെർപ്പ് എൽ ക്ലോസ്ഡാണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു എൽ പെർപ്പ് ഹോൾ പെർപ്പ് എന്ന് പറഞ്ഞാൽ എന്തിനോട് ഈക്വലാണ് എല്ലിനോട് ഈക്വലാണ് ദാറ്റ് മീൻസ് കേർണൽ phi cap എന്ന് പറഞ്ഞാൽ എന്തിനോട് ഈക്വലാണ് എല്ലാണ് നമ്മൾ തൊട്ട് മുമ്പത്തെ തീരത്തിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത് ഒരു രണ്ട് ആൾക്കാരുടെ കേർണലുകൾ സെയിം ആണെങ്കിൽ ആ ഫംഗ്ഷൻസ് രണ്ടും നമ്മളൊരു സ്കാലാറിൻ്റെ പ്രൊഡക്റ്റ് ആയിട്ട് ഡിഫറൻസ് വളരെ പ്രൊഡക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും എക്സ്പ്രസ് ചെയ്യാൻ പറ്റും അല്ലേ ദാറ്റ് മീൻസ് കേർണൽ എഫും കേർണൽ ജിയും ചെയ്യണമെങ്കിൽ ജി ഈക്വൽ ടു ലാംഡ എഫ് എന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ ഇത് പ്രകാരം ഇവിടെ എന്താ വരിക കേർണൽ y cap ഈക്വൽ ടു കേർണൽ phi ആണ് ബൈ ദ സെക്കൻഡ് പാർട്ട് ഓഫ് ദ തിയറം 2.3.2 വി ഗെറ്റ് phi ഈക്വൽ ടു കിട്ടും ഓട്ടോമാറ്റിക്കലി ലാംഡ ഇൻറ്റു ലാംഡ y cap ഓക്കെ ലെറ്റ് y ഈക്വൽ ടു ദാറ്റ് ഈസ് എന്താ y ഈക്വൽ ടു എങ്ങനെ എഴുതാൻ പറ്റും ലാംഡ ബാർ y cap എന്ന് പറഞ്ഞിട്ട് നൊട്ടേഷൻ കൊടുക്കാം വി ഒബ്റ്റൈൻ എന്താ എഫ് ഓഫ് എക്സ് ഈ phi ഓഫ് എക്സ് ഈക്വൽ ടു കിട്ടും ലാംഡ ഇൻറ്റു phi y cap ഓഫ് എക്സ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു എക്സ് y cap ഈക്വൽ ടു എന്താ ഇന്ന പ്രൊഡക്റ്റ് എക്സ് കോമ വൈ അല്ലേ ഇവിടുത്തെ ലാംഡനെ ഉള്ളിക്കെടുത്ത് കഴിഞ്ഞാൽ അത് മാറി ഇന്നപ്പോഴത്തെ എക്സ് കോമ ലാംഡ ബാർ y cap ആവും പക്ഷേ ലാംഡ ബാർ y cap എന്ന് പറഞ്ഞാൽ y ആയി ഡിനോട്ട് ചെയ്യാനുണ്ട് ദിസ് ഈസ് phi ഓഫ് എക്സ് ഈക്വൽ ടു ഇന്നപ്പോഴത്തെ എക്സ് കോമ വൈ തന്നെ നൊട്ടേഷൻ കൊടുക്കാൻ പറ്റും ദാറ്റ് മീൻസ് ഏത് ഫംഗ്ഷനിൽ എടുത്താലും അതിന് അവസാനം എങ്ങനെ എക്സ്പ്രസ് ചെയ്തു ഇന്നപ്പോഴത്തിൻ്റെ ഫോമിൽ എക്സ്പ്രസ് ചെയ്തു സോ വി ഹാവ് ജസ്റ്റ് പ്രൂവ് ദാറ്റ് ദിസ് കേസ് ദാറ്റ് നോം ഫൈ ഈ കേസിൽ phi ഓഫ് എക്സ് ഈക്വൽ ടു ഇന്നപ്പോഴത്തെ എക്സ് വൈ വരികയാണെങ്കിൽ നമ്മൾ ഓൾറെഡി കാണിച്ചിട്ടുണ്ട് നോം ഫൈയും നോം വൈയും എന്തായി മാറുന്നുണ്ട് സെയിം ആണ് കാണിച്ചു വെച്ചിട്ടുണ്ട് സോ എന്ത് കിട്ടി ഓട്ടോമാറ്റിക് നമുക്ക് വേണ്ട എല്ലാ ഇനീക്വാലിറ്റിയും കിട്ടി മാത്രമല്ല ഈ ഇതിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റും phi ഓഫ് എക്സ് ഈക്വൽ ടു ഒരു വേറൊരു എലമെൻ്റ് ഉണ്ടെങ്കിൽ ഇന്നപ്പോഴത്തെ എക്സ് കോമ y1 ഈക്വൽ ടു ഇന്നപ്പോഴത്തെ എക്സ് കോമ y2 ഫോർ എവറി എക്സ് ആണെങ്കിൽ നമുക്ക് എന്താ പറയാൻ പറ്റും ഇന്നപ്പോഴത്തെ എക്സ് കോമ y1 മൈനസ് y2 ഈക്വൽ ടു 0 എന്ന് പറയാൻ പറ്റും അല്ലേ ഫോർ എവറി എക്സ് സാറ്റിസ്ഫൈ നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ത് ഇന്നപ്പോഴത്തെ എക്സ് കോമ y ഈക്വൽ ടു 0 ഫോർ എവറി എക്സ് ആണെങ്കിൽ y ഈക്വൽ ടു 0 ആണെന്ന് വെച്ചാൽ ഇവിടെ y1 ഈക്വൽ ടു y2 കിട്ടും ദാറ്റ് മീൻസ് ആ എക്സ്പ്രഷൻ എന്താണെന്ന് കൂടിയാണ് യൂണീക്ക് ആണെന്നുള്ളത് നമ്മൾ പറഞ്ഞു സോ നമ്മൾ എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് കാണിച്ചു എൻ്റെ എക്സസൈസിൽ പ്രോബ്ലം എന്താണോ അപ്പോൾ എക്സസൈസ് 10 ഉള്ളത് അത് മാത്രമാണ് ഇനി ബേസ് റെപ്രസെൻറ്റേഷൻ തിയറത്തിൻ്റെ പ്രൂഫിൽ ചെയ്യാനുള്ളത് അടുത്ത് പറയാൻ പോകുന്നത് ഹിൽബർട്ട് സ്പേസിനല്ലാത്തതിനൊരു കൗണ്ടർ എക്സാമ്പിളാണ് ഇവിടെ പറയാൻ പോകുന്നത് സോ അതോടുകൂടി ഇത് തീരും ഇതിൽ കുറച്ച് പ്രോബ്ലംസ് മാത്രമേ ചെയ്യാനുള്ളൂ സോ ഏകദേശം സെക്കൻഡ് മോഡ്യൂളും എനിക്ക് ചിലപ്പോൾ ഈ ചാപ്റ്ററോടുകൂടി സെക്കൻഡ് മോഡ്യൂൾ അവസാനിച്ചും തോന്നുന്നുണ്ട് നോക്കാം സിലബസിൽ വേഗം തന്നെ വീഡിയോസ് കാണാൻ വേണ്ടി നോക്കുക